KCB താൽക്കാലിക ജീവനക്കാരൻ സന്തോഷ് മരിച്ചത് തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നെന്ന നിലപാടിൽ ഉറച്ച കുടുംബം. പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. അമ്പൂരി ആദിവാസി ഉന്നതിയിലാണ് സന്തോഷിന്റെ വീട്. അമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പാറശാല താലൂക്ക് ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന ആരോപണമുയർന്ന സന്തോഷിന്റെ വീടാണിത്. എന്തായാലും ഇന്നലെ തന്നെ മരണവിവരം അറിഞ്ഞതോടുകൂടി നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം തന്നെ ഇങ്ങോട്ട് എത്തുകയാണ്. കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഭാര്യയും ഒരു കുഞ്ഞും മാത്രമാണുള്ളത് ഈ വീട്ടിലുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ സന്തോഷിന്റെ ബന്ധു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ സന്തോഷ് ഈ ഒരു വീടിന്റെ പ്രധാന ആശ്രയമായിരുന്നു അല്ലേ? വളർത്തി അവൻ തന്നെയാണ് ഇതിന്റെ ആശ്രയം എല്ലാവർക്കും. പിന്നെ നാട്ടിനും വീട്ടിനും എല്ലാം നല്ലൊരു ആളായിരുന്നു. ഇന്നലെ അറിഞ്ഞത് മുതലേ നമുക്ക് ഈ മരണം താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. കാരണം അവന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു യാതൊരുവിധ അസുഖമുള്ളതോ അങ്ങനെയുള്ള നല്ലൊരു ആളാണ്. ഇന്ന് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു, താലൂക്ക് ഹോസ്പിറ്റലിൽ പാറശാല. അവിടെ പോയപ്പോഴത്തേക്ക് അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ അവിടെ യാതൊരുവിധ സംവിധാനവും ഇല്ല ചികിത്സയ്ക്ക്. അപ്പം കൂടെ നിന്ന ആൾക്കാർ തന്നെയാണ്, അവിടെ പുറത്തു നിന്ന ആൾക്കാർ പറഞ്ഞു ഒരു ജലദോഷമോ പനിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വന്നെത്തും. ഇങ്ങനെയൊക്കെയുള്ള കാരണം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അസുഖമായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരിക്കലും കൊണ്ടെത്തിക്കരുത്. കൂട്ടുകാർ പറയുന്ന വെച്ചാൽ ഇന്നലെ ജോലിക്ക് പോയി ഒരു ഗ്യാസിന്റെ പ്രോബ്ലമാണ് പറഞ്ഞത്. ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഒരു തൊട്ടടുത്ത് നമുക്കിപ്പം എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ പോയി ചെന്നപ്പോഴത്തേക്ക് കൂടെ നിന്നവരായിരുന്നാലും അവിടെ പുറത്തുള്ള ആൾക്കാർ പറയുന്ന വെച്ചാൽ ഇന്നലെ അവിടെ ഒരു അറ്റൻഡർ ഇല്ലായിരുന്നു. 2 നേഴ്സുമാരുണ്ടായിരുന്നു, അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നെന്ന്. നേഴ്സുമാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവര് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി അവർ നിൽക്കുകയായിരുന്നു. ഈ മോനെ നോക്കിയത് പോലും ഇല്ല. എന്നിട്ട് ഒരു ഡോക്ടർ മാത്രമാണ്. ആ ഡോക്ടർ ഓക്സിജൻ ലെവലൊന്നും കൊടുത്തിട്ടില്ല. ഓക്സിജൻ ലെവൽ ആദ്യം കണക്ട് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ വയറൊക്കെ വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ആ ഹോസ്പിറ്റലിനകത്ത് കയറി നോക്കിയതാണ്. അതിന് അവിടെ ഇന്നലെ ഒരു അറ്റൻഡർ ഇല്ല, ആരുമില്ല. ഇന്നാണ് ഈ പ്രശ്നം സംഭവിച്ചത് കൊണ്ട് മാത്രം അവർ 2 വീൽ ചെയർ 2 സ്ട്രക്ചർ പുറത്തിട്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും സന്തോഷിന്റെ മൃതദേഹം ഇവിടെ എത്തിക്കും. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ KCB താൽക്കാലിക ജീവനക്കാരൻ സന്തോഷിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ വാർത്തയുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ വിനേഷ് കുമാർ നമ്മളോടൊപ്പം ഉണ്ട് തത്സമയം. വിനേഷ്, എന്താണ് ഈ കാര്യത്തിൽ സംശയിക്കുന്നത്? ഇപ്പോൾ കുടുംബത്തിന് വലിയ ആക്ഷേപവും ആരോപണവും ഉണ്ടല്ലോ. ഇതിനകത്ത് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി, ചികിത്സാ പിഴവുണ്ടായി എന്ന ആരോപണമുണ്ട്. അസ്വാഭാവിക മരണത്തിനാണല്ലോ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? GK, നമുക്കറിയാം ഇന്നലെ തന്നെ വലിയ പ്രതിഷേധമുണ്ടായതാണ്. കാരണം ചികിത്സ വൈകിയത് കൊണ്ടാണ് സന്തോഷ് മരിച്ച് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സഹപ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. ബന്ധുക്കളുടേതും അതേ നിലപാട് തന്നെയാണ്. കാരണം ഇന്നലെ കൊണ്ടുവന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു. അതിനുശേഷം CPR കൊടുത്തുകൊണ്ടായിരുന്നു കൊണ്ടുവന്നത്. അതിനുശേഷം അവിടെ എത്തിയപ്പോൾ കൃത്യമായി ഓക്സിജൻ കൊടുക്കുന്നതിനോ മറ്റോ കഴിയാതെ വന്നു. അവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇങ്ങനത്തെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് മതിയായ ജീവനക്കാരും ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് കൂടെയുള്ളവർ ഉൾപ്പെടെ പറയുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച കണ്ടെത്തിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നാണ് നെയ്യാറ്റിൻകര DYSP സുനിൽകുമാർ പറയുന്നത്. എന്തായാലും വകുപ്പുതല അന്വേഷണം ആരോഗ്യ വകുപ്പും ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വകുപ്പുതല അന്വേഷണമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാവും എന്നാണ് നമുക്ക് DMOയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും മൃതദേഹം ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ സന്തോഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. GK. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.